ഈ മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്ന മാതിരി അവിടെ വിറക് വെട്ടാനും വെള്ളം കോരാനും കുറെ കോൺഗ്രസ്സുകാർ സീറ്റ് കിട്ടുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഘടകകക്ഷി മര്യാദയുടെ പേരിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജെയ്സൺ ആണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ ജെയ്സന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവിടെ ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. ഈ ജെയ്സന് വേണ്ടിയിട്ട് പോസ്റ്റ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആര് വരണം? കോൺഗ്രസ്സുകാർ വരണം. അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് എങ്ങാനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ അഡ്വക്കേറ്റ് ജെയ്സൺ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കണ്ടാൽ മതി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അത്രയും വാക്കുമാറുന്ന കാലുമാറ്റം നടത്തുന്ന മറ്റൊരു പാർട്ടി കേരളത്തിലില്ലെന്നേ. ജടാനരകൾ ബാധിച്ച നേതൃത്വം എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള കുറെ നേതാക്കന്മാർ അതിനകത്തുണ്ട്. ഈ നേതാക്കന്മാരാണ് ആ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അസ്തമിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും എഴുതി വെച്ചോളൂ, ആളില്ലാത്ത ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമസ്കാരം. അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ല മുൻതൂക്കമുള്ള ഒരു ഡിവിഷനാണ്. അവിടെ ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ്. എന്ത് തോന്നുന്നു ഇതിനെ കുറിച്ച്? ഈ മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്ന മാതിരി അവിടെ വിറക് വെട്ടാനും വെള്ളം കോരാനും കുറെ കോൺഗ്രസ്സുകാർ സീറ്റ് കിട്ടുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്. സീരിയസ് ആയിട്ട് ഏതെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നേതാക്കന്മാർ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു ഘടകകക്ഷി മര്യാദയുടെ ഭാഗമായിട്ടാണ് അവർക്ക് സീറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിരമ്പുഴ ഡിവിഷന് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ഈ അതിരമ്പുഴ എന്ന് പറയുന്നത്. അതിരമ്പുഴയിൽ നിന്ന് കിട്ടുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റുമാനൂർ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കണമോ വേണ്ടയോ എന്ന് വരെ തീരുമാനിക്കുന്നത്. അത്രയും ഭൂരിപക്ഷം കോൺഗ്രസിനുള്ള ഒരു പ്രദേശമാണ് ഈ അതിരമ്പുഴ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ അതിരമ്പുഴ ഡിവിഷനിൽ ഇത്തവണ UDF ഘടകകക്ഷി മര്യാദയുടെ പേരിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജെയ്സൺ ആണ്. അഡ്വക്കേറ്റ് ജെയ്സനെ സംബന്ധിച്ചിട്ട് ജെയ്സൺ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഒന്ന് കാണാൻ പോലും പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ടാവും. ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യം നമുക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഏതുമായിക്കൊള്ളട്ടെ അതിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും UDF ജില്ലാ ചെയർമാൻ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോയിട്ടുള്ള സജീവ ഞക്കടമ്പനായിരുന്നു UDF ജില്ലാ ചെയർമാൻ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രാജിവെച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ അഡ്വക്കേറ്റ് ജെയ്സണെ എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDF ജില്ലാ ചെയർമാൻ ആക്കാത്തത് എന്നൊരു ചോദ്യം അവിടെയുള്ള UDF പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള UDFകാർക്കോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർക്കോ അഡ്വക്കേറ്റ് ജെയ്സണ് മേലൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റാണ് UDF ജില്ലാ ചെയർമാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് അവിടുത്തെ UDF ജില്ലാ ചെയർമാനായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ 85 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന EJ അഗസ്തി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ കാരണവരൊക്കെയാണ്, അതിനകത്തൊന്നും നമുക്കൊരു എതിർപ്പില്ല. പക്ഷെ നമ്മുടെ ചോദ്യം ഇതാണ്, കോട്ടയം പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്, ചുറുചുറുക്കോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരാളെ ജില്ലാ ചെയർമാൻ ആക്കുന്നതിന് പകരം, കാരണം അഡ്വക്കേറ്റ് ജെയ്സന്റെ ആരോഗ്യത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല, കോട്ടയം ജില്ലയിലെ ഏത് പ്രദേശത്തും ഓടിയെത്താനായിട്ട് ശേഷിയുള്ള ഒരാളൊക്കെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ജെയ്സന് മേല് അഡ്വക്കേറ്റ് ജെയ്സനെ UDF ജില്ലാ ചെയർമാൻ ആക്കാത്തത് എന്നൊരു ചോദ്യമുണ്ടെന്നേ. അത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മേളിൽ കേരള കോൺഗ്രസ് ജോസഫിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് കേരള കോൺഗ്രസ് ജോസഫിന് പോലും ഈ ജെയ്സന്റെ മേലൊരു കോൺഫിഡൻസ് ഇല്ല എങ്കിൽ അതിരമ്പുഴയിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് മേൽ കോൺഫിഡന്റ് ആയിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവിടെ കോൺഗ്രസ്സുകാരെ ഉണ്ടാക്കാൻ സംസാരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ ജെയ്സന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവിടെ ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. ഈ ജെയ്സന് വേണ്ടിയിട്ട് പോസ്റ്റ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആര് വരണം? കോൺഗ്രസ്സുകാർ വരണം. അപ്പോ പോസ്റ്റ് ഒട്ടിക്കാൻ ആളില്ലാത്ത ഈ കേരള കോൺഗ്രസ് ജോസഫിന്റെ അഡ്വക്കേറ്റ് ജെയ്സൺ അതിരമ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ ഒരു അപകടം കൂടി മനസ്സിലാക്കണം. എതിർവശത്ത് നിൽക്കുന്ന ജിം കോൺഗ്രസ്സുകാരനായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്ന ഒരു ആളാണ് ഇദ്ദേഹം. അതുകൂടാതെ അനവധി കുടുംബ യൂണിറ്റുകളും ഫാമിലികളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് 5000-ഓളം 10,000-ഓളം വോട്ട് സ്വന്തമായിട്ട് നേടാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ കേരള കോൺഗ്രസ് എമ്മിന്റെ 2 ചിഹ്നത്തിലൂടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് CPM-ഉം CPI-യും കേരള കോൺഗ്രസ് എമ്മിന്റെയും മൊത്തത്തിലുള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ജിം അലക്സ് അവിടെ വിജയിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നു, കേരള കോൺഗ്രസ് എമ്മിന്റെ ജിം അലക്സ് വിജയിക്കേണ്ടത് ആരുടെ കൂടെ ആവശ്യമാണ്? കോൺഗ്രസ്സുകാരുടെ കൂടെ ആവശ്യമാണ്. അതല്ല എങ്കിൽ
കോട്ടയം ലോക്സഭാ മണ്ഡലം കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്നുള്ളതാണ്. അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് എങ്ങാനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ അഡ്വക്കേറ്റ് ജെയ്സൺ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കണ്ടാൽ മതി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് ഒരു തരത്തിലും വിട്ടുകൊടുക്കത്തില്ല. പറഞ്ഞ വാക്കിന് ഇത്രയും വിലയില്ലാത്ത ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അത്രയും വാക്കുമാറുന്ന കാലുമാറ്റം നടത്തുന്ന മറ്റൊരു പാർട്ടി കേരളത്തിലില്ലെന്നേ. അതൊരു സത്യമാണത്. കേരള കോൺഗ്രസ് ജോസഫിന്റെ 8-10 ആളുകൾ വന്ന് നമ്മളിടുന്ന വീഡിയോകൾക്കടിയിൽ വന്ന് യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ, സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ 8-10 ആളുകൾ വന്ന് എന്തെങ്കിലുമൊക്കെ തെറി എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്മാറി പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് അവര്? ഒരിക്കലും ഇല്ലല്ലോ. സത്യം സത്യമായിട്ട് തന്നെ വിളിച്ചു പറയും. കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാനും വെള്ളം കോരാനും മാത്രമായിട്ടുള്ള ആളുകളാണോ? നിങ്ങൾ കോൺഗ്രസ്സുകാരെന്നത് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നു, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആൾ വിജയിച്ചു പോകുന്നു, അതിനുശേഷം അവരുടെ ഒരു തിണ്ണമെടുക്ക് നിങ്ങൾ കാണേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ കഴിവും ശേഷിയും കൊണ്ട്, കോൺഗ്രസ്സുകാരുടെ കഴിവും ശേഷിയും കൊണ്ടല്ലേ വിജയിച്ചു പോകുന്നത്. അതിനുശേഷം പിന്നീട് ഇവരുടെ തിണ്ണമെടുക്ക് കാണേണ്ട ആവശ്യമുണ്ടോ? ചെല്ലുമ്പോഴെന്താണ്, നീ കേരള കോൺഗ്രസ്സുകാരനല്ലല്ലോ, കേരള കോൺഗ്രസ്സുകാർക്ക് പ്രഥമ പരിഗണന. അതിനുശേഷം ഉണ്ടാവാൻ പോകുന്ന സാധ്യത എന്താണ്? ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ അങ്ങോട്ട് വിജയിപ്പിച്ചു വിട്ടു വിചാരിച്ചു. അതിരമ്പുഴയില്ല മറ്റു പല പ്രദേശത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു അവകാശം അത് ഉന്നയിക്കത്തില്ലേ? കോട്ടയത്ത് എണ്ണിക്കഴിഞ്ഞാൽ ഒരു 200 മേളിൽ കേരള കോൺഗ്രസ്സുകാരുണ്ടാവുമോ? ജോസഫ് ഗ്രൂപ്പുകാരുണ്ടാവുമോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള 200 പേര് മാത്രമുള്ള ഒരു പാർട്ടിക്ക് എത്രയോ ജില്ലാ പഞ്ചായത്ത് സീറ്റാണ് കൊടുക്കുന്നത്, എത്രയോ മുനിസിപ്പാലിറ്റി സീറ്റാണ് കൊടുക്കുന്നത്, എത്രയോ ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള സീറ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം എത്രയെത്ര സ്ഥലങ്ങളിൽ ഇവര് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. ഇവർക്ക് ഇതിനൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ? ഒരു വാർദ്ധക്യം പിടിച്ചിട്ടുള്ള കുറെ ആളുകൾ നയിക്കുന്ന ഒരു പാർട്ടി, അതിലേക്ക് പി ജെ ജോസഫ് സാറിന്റെ മകനായിട്ടുള്ള അപ്പു ജോൺ ജോസഫ് ഇപ്പോൾ വന്നിരിക്കുന്നു. അതോടുകൂടി അതിൽ അവശേഷിക്കുന്ന പ്രവർത്തകർ കൂടി ആ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ അഡ്വക്കേറ്റ് ജെയ്സൺ എന്ന് പറയുന്നയാളെ അതിരമ്പുഴയിൽ നിന്ന് വിജയിപ്പിച്ചു വിട്ടാൽ കോൺഗ്രസിന് വലിയ അപകടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റുമാനൂർ സീറ്റ് എന്ന് പറയുന്നത് പിന്നെ കോൺഗ്രസ്സുകാർ സ്വപ്നം കണ്ടാൽ മതി. നാട്ടകം സുരേഷൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഏറ്റുമാനൂർ സീറ്റിൽ ഇപ്പൊ എനിക്ക് കിട്ടി, ഞാൻ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. നാട്ടകം സുരേഷ് ഓർമ്മയിൽ വെച്ചോളൂ. ഈ അതിരമ്പുഴ ഡിവിഷനിൽ ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റുമാനൂർ സീറ്റ് വിട്ടു തരില്ല കേരള കോൺഗ്രസ്സുകാർ. അതിനുശേഷവും പിന്നെ നിങ്ങൾക്ക് ഈ ഏറ്റുമാനൂർ സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ഇറങ്ങും. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഘടകകക്ഷി മര്യാദ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങേണ്ട ഗതികേടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഘടകകക്ഷി മര്യാദ എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് അല്ലേ? തീർച്ചയായിട്ടും. ഘടകകക്ഷി മര്യാദയുടെ പേരിൽ പ്രവർത്തിക്കുന്ന, പണിയെടുക്കുന്ന എത്രയോ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് സീറ്റ് ഇല്ലാതാവുന്നതെന്നറിയോ? എത്രയോ ആളുകൾ നെഞ്ചുപൊട്ടി മറ്റു ഘടകകക്ഷികളിലേക്ക് പോകുന്നുണ്ടെന്നറിയോ? ഞാൻ പറയട്ടെ, ഘടകകക്ഷി മര്യാദയൊക്കെ നമുക്ക് പാലിക്കാം. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വിഷയം വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഘടകകക്ഷി മര്യാദ പാലിക്കണം. കാരണം മലപ്പുറത്ത് അവരൊരു വലിയ ശക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു നിർണായക ശക്തിയാണോ? അല്ലല്ലോ. ഇപ്പൊ UDF മുസ്ലിം ലീഗിന് കോട്ടയത്ത് ഒരു സീറ്റ് നൽകി. അതൊരു ഘടകകക്ഷി മര്യാദയാണ്. മര്യാദ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് മലപ്പുറത്ത് വേണ്ട രീതിയിൽ കോൺഗ്രസിനെ പരിഗണിക്കുന്നുണ്ട്. അത്ര വലിയ സംഘടനാ ശേഷിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കോൺഗ്രസിന് മലപ്പുറം എന്ന് പറയുന്നത്. പക്ഷെ മലപ്പുറത്ത് വേണ്ടത്ര പരിഗണന മുസ്ലിം ലീഗ് കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്. വണ്ടൂരിൽ നിന്ന് AP അനിൽകുമാർ നിയമസഭയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മുസ്ലിം ലീഗ് മാത്രമാണ്. ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് ഇപ്രാവശ്യം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പൊ അങ്ങനെയുള്ള പാർട്ടികളെ അംഗീകരിക്കണം. മറിച്ച് ഇത് ഒരാളും അർത്ഥവും ഇല്ലാത്ത ഒരു പാർട്ടി ഇങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ടിട്ട് അതിന്റെ മേലൊരു അവകാശവാദവുമായിട്ട് 2026 നടക്കുന്ന നിയമസഭാ സീറ്റ് ഇവർക്ക് തന്നെ നൽകേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ജോസഫ് വിഭാഗത്തിന് അറിയില്ലേ ഇവർക്ക് ഇത്ര ആണികളെ ഉള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കാൻ കുറച്ച് ആളുകളെ ഉള്ളൂ എന്നുള്ളത്. എന്നിട്ട് ഇവരെന്തിനാണ് എപ്പോഴും ഈ സീറ്റിന് വേണ്ടി ഇങ്ങനെ? അതാണ് അവരുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അണികൾ ഉണ്ടാവുക എന്നുള്ളതല്ല, അവർക്ക് കുറെ നേതൃത്വമുണ്ട്. അതായത് ഈ ജടാനരകൾ ബാധിച്ച നേതൃത്വം എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള കുറെ നേതാക്കന്മാർ അതിനകത്തുണ്ട്. ഈ നേതാക്കന്മാരാണ് ആ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ആ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അവർക്കിനി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. അവരെ സംബന്ധിച്ചിട്ട് അസ്തമിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിമം സീറ്റുകൾ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുക. അവർക്ക് തന്നെ അറിയാം അടുത്ത പ്രാവശ്യം ഒന്ന് എത്രത്തോളം UDF സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ UDF സംവിധാനം ശക്തമാകണമെന്നുണ്ടെങ്കിൽ എന്താണ്, UDFനകത്ത് നിൽക്കുന്ന കക്ഷികൾ കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ടതുണ്ട്. പക്ഷേ ഈ കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തുന്ന സമരങ്ങളല്ലാതെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു സമരം നടത്തിയതായിട്ട് പറയാൻ പറ്റുമോ?
ഈ LDF-നകത്ത് നിൽക്കുന്ന പല ഘടകകക്ഷികളും കേരള കോൺഗ്രസുകളും ഒക്കെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനെതിരെ വരെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസ്താവനകളും നിവേദനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അവർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരം പറയാമോ? കർഷക മാർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100 പേരെ എവിടെന്നെങ്കിലുമൊക്കെ ബിരിയാണിയും 250 രൂപയ്ക്കും കൊടുത്തിട്ട് കൊണ്ടുവന്നൊരു ജാഥ നടത്തുന്നതല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമരം അല്ലെങ്കിൽ ഒരു നിവേദനം എന്താണ് ഇവർ നടത്തിയിട്ടുള്ളത്? ഒന്നുമില്ലെന്നേ. അതിനുശേഷം ഘടകകക്ഷി മര്യാദ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് രാവും പകലും പണിയെടുക്കുന്ന ആളുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയാണിത്? ജിം അലക്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിരമ്പുഴയിൽ കൃത്യമായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ KSUവിന്റെ യൂണിറ്റ് ഉണ്ടാക്കിയതാണ് ഡോക്ടർമാർക്കിടയിൽ. അത്രയും ശക്തനും കരുത്തനുമായിട്ടുള്ള ഒരു നേതാവാണ് ഈ ജിം അലക്സ് എന്ന് പറയുന്നത്. അപ്പോ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനസമ്മതനായിട്ടുള്ള ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ വിജയം അവർക്ക്. അല്ല, ജിം അലക്സ് ഒക്കെ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി എന്നോട് ആലോചിക്കേണ്ടതുണ്ടെന്നേ. ഇങ്ങനെ പ്രവർത്തിച്ചിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയല്ലേ? അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അവഗണന നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടെ നിൽക്കുമല്ലോ. കാരണം ഈ പ്രാവശ്യം ഈ അതിരമ്പുഴ ഡിവിഷനിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ എടുക്കേണ്ട തീരുമാനം ജിം അലക്സിനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പോലെയുള്ള അവരുടെ അനാവശ്യമായ ക്ലെയിമുകൾ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഭാവിയിൽ ഓരോ കോൺഗ്രസ്സുകാരനും, ഏറ്റുമാനൂരെ അല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും എഴുതി വെച്ചോളൂ, ആളില്ലാത്ത ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പോ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കൂടുതൽ വാർത്തകൾ വരുന്നത് പാർട്ടി മാറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെ എടുക്കുന്ന വാർത്തകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് കോൺഗ്രസ്സുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുന്ന തരത്തിലുള്ള വാർത്തകളാണ്. ഇതിനൊക്കെ പിന്നിലും ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതായത് സത്യം പറഞ്ഞാൽ UDF-നകത്ത് കോൺഗ്രസ് ശക്തമാണ്, മുസ്ലിം ലീഗ് ശക്തമാണ്, അത് കൂടാതെ RSPക്ക് ചില ഭാഗങ്ങളിൽ കുറച്ച് ശക്തമാണ്, ഈ JSSന് കുറെ സ്ഥലങ്ങളിൽ ആളുകളുണ്ട്, CMPക്കൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആളുകളുണ്ട്. ഇതിനപ്പുറത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എവിടെയെങ്കിലും ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിന്നിച്ചെതറി കിടപ്പുണ്ട്. അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ട്, അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികളായിട്ട്, അല്ലെങ്കിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ്, അതിന് താഴേക്കൊന്നുമില്ല, അണികളായിട്ടില്ല, എല്ലാവരും നേതാക്കന്മാരാണ്. ഒട്ടുമിക്ക ആളുകളും സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിനപ്പുറത്തേക്കുള്ള ഒരു ആൾക്കൂട്ടൊന്നും അതിനകത്തില്ല. പക്ഷെ അടിത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങളുള്ളത് കോൺഗ്രസിനകത്ത്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും, അതോടൊപ്പം തന്നെ RSPക്ക് കൊല്ലത്തും ഒക്കെ, JSSന് ആലപ്പുഴ ഭാഗത്തും ഒക്കെ തന്നെയാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഈ സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടി അതിനകത്തില്ല. അതാണ് സത്യം. സമ്മേളനം സംഘടിപ്പിക്കാൻ ആർക്കും പറ്റും. ഒരു സമ്മേളനം ഈ സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും പോയി നടത്താനായിട്ട് 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ 500 പേരെ കൂട്ടിക്കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ അങ്ങനെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു എന്ന് കരുതി അത് വോട്ടായിട്ട് മാറത്തില്ല, അതൊരു പാർട്ടിയായിട്ട് മാറത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം അടിത്തട്ടിൽ അണികൾ ഉണ്ടാവണം. പിന്നെ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സൗഹൃദ മത്സരം ഒന്ന് നടത്തി കാണിച്ച്. തിരുവനന്തപുരത്ത് എന്തായി? 24 സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അതെവിടെ പോയി? ആ വാർത്ത എവിടെ പോയി? അവിടുത്തെ സ്ഥാനാർത്ഥികളോടെ പോയി? അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ റിബലായിട്ട് നിർത്തി കഴിഞ്ഞാൽ 5 വോട്ട് പോലും കിട്ടത്തില്ല. അതിനുള്ള ശേഷി അവർക്കില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്താ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ഇത്ര അതൃപ്തി എന്ന് ചോദിക്കും. പക്ഷെ അതൃപ്തി അങ്ങനെ അല്ലായതുകൊണ്ടല്ലെന്നേ. അനർഹമായത് ചോദിച്ചു വാങ്ങുകയും അർഹതപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് സീറ്റുകൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാണ്ട് പോകാൻ പറ്റുമോ? ആ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫിന്റെ ആളുകൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അത് പൊള്ളിക്കോട്ടെ, അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ കോൺഗ്രസ്സുകാർ കിടന്ന് പണിയെടുക്കുന്നു. എത്രയെത്ര കേസുകളാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മേലുള്ളത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കട്ടെ. കോൺഗ്രസ് നേതൃത്വം ഇതൊക്കെ വളരെ ഗൗരവപൂർവ്വം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റുമാനൂരിൽ അതിരമ്പുഴ എന്ന് പറയുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ അതിരമ്പുഴ ഡിവിഷനിൽ അഡ്വക്കേറ്റ് ജെയ്സൺ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം അഡ്വക്കേറ്റ് ജെയ്സന് വേണ്ടി തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടു തരില്ല എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. വാക്കാണ്, അത് മാത്രമേ ജോസഫ് ഗ്രൂപ്പ് മാറ്റത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യാതൊരുവിധ രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക.